നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ധനരാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ൽ ചൊവ്വ ബുധൻ, 4-ാം ഭാവത്തിലേക്ക് രവി ശനി, 5-ാം ഭാവത്തിൽ ശുക്രൻ, 7-ൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതു. ഇവിടെ ധനുരാശിക്കാർക്കും പറയാൻ നല്ലൊരു വാരഫലമാണ് ഈ ഒരു ആഴ്ചയിൽ സംഭവിക്കുമെന്ന് അറിയുക. ഇവിടെ 3-ൽ നിൽക്കുന്ന ബുധൻ പലപ്പോഴും വ്യാപാര വിഷയത്തിൽ ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക, അതിലൂടെ മുന്നോട്ട് വരിക, പല കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വം നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ. വിവാഹിതർക്ക് പെട്ടെന്ന് ഒരു സന്താന ചിന്തയൊക്കെ വരുമ്പോൾ ഈ വാരം ഏറ്റവും നല്ലതാണ്. കാരണം എന്താണ്? സന്താന സ്ഥാനത്ത് ലാഭാധിപനായ ശുക്രൻ നിൽക്കുന്നു. അതിനാൽ സന്താന വിഷയം, കുട്ടികൾക്ക് പഠനം, മക്കൾ അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട ലോണ്, ഇതൊക്കെ അനുഭവിക്കാൻ വളരെ നല്ലതാണ്. രാത്രികാല യാത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. രാത്രിയിൽ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം, പിടിച്ചു പറിയൊക്കെ ഉണ്ടാകും. നിശാരാശിയാകുന്നു ധനുരാശി. അവിടെ യാത്രയ്ക്ക് അധോമുഖ രാശി ആരൂഢമാണ്. അതിനാൽ വാഹനാപകടങ്ങൾ ഉണ്ടാവുക, രാത്രി യാത്രയിൽ വളരെ ശ്രദ്ധിക്കുക, അപകടങ്ങൾ വരിക, ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. കാരണം ധനരാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ നല്ലതാണ്. 7-ൽ വ്യാഴമാണ്, പിതൃതോതിക, അച്ഛനെക്കാളും പ്രശസ്തനാവുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ രാശിയിൽ തന്നെ ഒരു അധിയോഗമൊക്കെ ഉണ്ട്, വളരെ അനുകൂലമായിട്ട് വരും. പഠന വിഷയത്തിലേക്ക് കോംപ്രമൈസ് ഇല്ലാതെ പഠിക്കുക. ഗവേഷകർക്ക്, ചലച്ചിത്ര എഴുത്തുകാർക്ക്, തിരക്കഥാകൃത്തുകൾക്ക്, കവികൾക്കൊക്കെ തന്നെ ഈ ഒരു വാരം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ മൂകാംബിക ദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഓം സം സരസ്വത്യൈ നമഃ എന്ന പ്രാർത്ഥന, അവിടെ സരസ്വതിക്ക് വിശേഷ വഴിപാടുകൾ ചെയ്യുക. പഠന വിഷയം വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. എല്ലാ ധനരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.